ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. നാരായണീയ മധുരം എന്ന നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങളെ ഓരോ ദിവസം വിചാരം ചെയ്യുന്ന ഈ അക്ഷരപൂജ ഭഗവത് പാദങ്ങളിൽ ഇന്നിതാ 7ാമത്തെ ദിവസവും സമർപ്പിക്കുകയാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദമൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദമൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കണ്ണനെ സ്നേഹിച്ച അമ്മയ്ക്ക്, കണ്ണനെ പൂജിച്ച അച്ഛന്, കണ്ണനെ പ്രാപിച്ച ഏട്ടന്, കണ്ണീര് തുടച്ച എൻ്റെ കണ്ണന് ഈ അക്ഷരപൂജ സമർപ്പിക്കുന്നു. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരീയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരിപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പു ഞാൻ. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെക്കടഞ്ഞു നവനീതമഹോ സുസിദ്ധം. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേകി സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെയാണ് നമ്മളിപ്പോൾ നാരായണീയ മധുരം എന്ന രീതിയിൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. 1ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകം. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാമിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞ നിൻ സൃഷ്ടിജാലം ജനങ്ങൾക്കു ഗുണമെന്നു കരുതുന്നിപ്പോൾ. അതുകൊണ്ടാണല്ലോ ദേവാ അവിടുത്തെ ബ്രഹ്മാനന്ദ സുധാബ്ധിയിൽ അടിയങ്ങൾ രമിക്കുന്നതും. ഹേ അജിത, അവിടുന്ന് തേ സൃഷ്ടിചേഷ്ട കഷ്ട ജീവഭാജാം, അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ദുസ്സഹമാണ്, വലിയ കഷ്ടമാണ്. എന്താ അതിന് കാരണം? അത് ജീവഭാജാം, ജീവികൾക്ക്, ബഹുതര ഭവഖേദാവഹ, വളരെ വളരെ പലതരത്തിലുള്ള ബഹുതരങ്ങളായിരിക്കുന്ന ഭവഖേദാവഹ, ഈ സംസാര ദുഃഖം, ഭവദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതി ഏവം മയാപൂർവം ആലോചിതം. ഇതി ഏവം എന്ന്, അല്ലെങ്കിൽ എന്നാണ്, മയാപൂർവം ആലോചിതം, ഞാൻ മുമ്പ് ആലോചിച്ചതൊക്കെ ഭഗവാനെ അങ്ങനെയാണ്. ഈ ലോകത്ത് ജീവികൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവുന്നു അങ്ങയുടെ സൃഷ്ടി വ്യാപാരം കൊണ്ട്. തേ സൃഷ്ടിചേഷ്ട, അതുകൊണ്ട് തന്നെ അത്
വളരെ കഷ്ടമാണ്, ദുസ്സഹമാണ് എന്നെനിക്ക് തോന്നിയിരുന്നു. എന്നാൽ അദ്യന ഏവം അഭിജാനെ, ഇപ്പോ ആ തരത്തിലല്ല ഞാൻ മനസ്സിലാക്കുന്നത്. നോചേൽ ജീവാ കഥം വാ, ഈ സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ, ഇല്ല എങ്കിൽ, നോചേൽ ജീവാ കഥം വാ, ജീവികൾ എങ്ങനെയാണ്, അവിടുന്ന് സൃഷ്ടി ചെയ്തില്ല എങ്കിൽ എങ്ങനെയാണ് ചിദ്രസാർദ്രം, ചിത്തും രസവും ജ്ഞാനവും ആനന്ദവും, അങ്ങനെ ആ ചിദ്രസാർദ്രം മധുരതരം, ജ്ഞാനവും ആനന്ദവും കിനിയുന്ന അത്യന്തം മധുരതരകരമായിരിക്കുന്ന കൗതുകപ്രദമായിരിക്കുന്ന ഇതം ത്വദ്വപു, അങ്ങയുടെ ഈ ശരീരത്തെ എങ്ങനെയാണ് നേത്രൈ ശ്രോത്രൈ പീത്വ, കണ്ണുകൊണ്ടും കാതുകൊണ്ടും, നേത്രേന്ദ്രിയങ്ങളെ കൊണ്ടും അതേപോലെ ശ്രോത്രേന്ദ്രിയങ്ങളെ കൊണ്ടും പാനം ചെയ്ത്, പീത്വ ഈ ശരീരത്തെ പാനം ചെയ്ത്, പരമരസ സുധാംബോധി പൂരേ രമേരൻ, പരമരസം പരമാനന്ദമാകുന്ന സുധാംബോധി, സുധ അത് ആ അമൃതാണ്. അംബോധി എന്ന് പറഞ്ഞാൽ അത് സമുദ്രമാണ്. ഇപ്പൊ സുധാംബോധി എന്ന് പറഞ്ഞാൽ അമൃത സമുദ്രത്തിൻ്റെ ആ തിരമാലകളിൽ, ആ തിരക്കോളിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് എങ്ങനെയാണ് ആഹ്ലാദിക്കാൻ, രമിക്കാൻ സാധിക്കുക? ഭഗവാനെ ആദ്യം പട്ടേരിപ്പാട് അഭിസംബോധന ചെയ്തത് ഹേ അജിത എന്നാണ്. അജിതൻ ആരാണ്? ആർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ, എല്ലാത്തിനെയും ജയിക്കുന്നവൻ, ആരാലും കീഴടക്കപ്പെടാത്തവൻ ആരോ അതാണ് ഭഗവാൻ. ഭഗവാൻ ആരെയും തോൽപ്പിക്കാൻ സാധിക്കും, എന്നാൽ ഭഗവാനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. നേത്രൈ ശ്രോത്രൈശ്ച പീത്വ, നേരിട്ട് കാണുകയും അതേപോലെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. ദർശനവും ശ്രവണവും, അത് രണ്ടും പാനം ചെയ്യുന്നത് പോലെ ആസ്വദിച്ചു കഴിക്കുക. അപ്പോ ഇതിനാണ് പാനം ചെയ്യുക എന്ന് പറയുക. ശ്രീമദ് ഭാഗവതം നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം എന്ന് പറയുന്നുണ്ട്. മുഹുരഹോ രസിക ഭുവി ഭാവുക. ഈ നാരായണീയത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അനുസ്മരിച്ചു അത്. അപ്പൊ അവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? ഈ സുലഭമായിരിക്കുന്നത് വേണ്ട പോലെ പാനം ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട് പട്ടേരിപ്പാട്. ഇതേപോലെ ഇവിടെ പറയുകയാണ്, ആ ഹന്തഭാഗ്യം ജനാനാം എന്ന സപ്താക്ഷരിയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. നിങ്ങളതിനെ, ഈ ഭഗവത് സ്വരൂപത്തെ ആസ്വദിക്കാൻ സാധിക്കാൻ എന്തു വേണം? അവിടുത്തെ സൃഷ്ടി ഉണ്ടാവണം. സൃഷ്ടി ഉണ്ടെങ്കിലേ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോ അങ്ങയെ ഭജിക്കുന്നതിൽ സ്പഷ്ടമായ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്ന് ഭഗവാനോട് ആ ഒന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഏഴാമത്തെ ശ്ലോകം അവിടെ പട്ടേരിപ്പാട് തൻ്റെ അക്ഷരസപര്യയുടെ ആദ്യ ദിവസത്തിലെ ഏഴാമത്തെ ശ്ലോകം സമർപ്പിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി സമർപ്പിക്കാം. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാമിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാം കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. സർവത്ര നാരായണനാമ സങ്കീർത്തനം
നാരായണ നാരായണ നാരായണ.